നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാന ഘടകമുണ്ട് നമ്മുടെ വീടുകൾ മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് നമ്മൾ പ്രധാനമായും കണ്ടെത്തുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് പലവിധ കളറുകൾ കൊടുത്ത് നമ്മൾ ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ കളറുകളെ പറ്റി ആലോചിക്കുന്നത്. നമ്മളേതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമ്മുടെ വീടുകൾക്ക് കൊടുത്ത് അതിനെ ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് നമ്മൾ കടയിൽ ചെന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട കളറുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കളറായിട്ട് കിട്ടുകയും അത് നമ്മുടെ വീടിന് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് അത് ആ ഭിത്തിയിലേക്ക് ആവുന്ന ഒരു വഴി എങ്ങനെയാണെന്നാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കാണുന്നത് കുറവങ്ങാട് തോട്ടുവന്ന സ്ഥലത്ത് ശ്രീകുമാർ ജയാഞ്ചി കടയിലെ ശ്രീകുമാർ എന്ന വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. 15 വർഷത്തോളമായിട്ട് പുള്ളി ഈ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എങ്ങനെയാണ് വിവിധ കമ്പനികളുടെ തന്നെ എങ്ങനെയാണത് കളറിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കളറ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഭിത്തിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കളറിൻ്റെ മിക്സിങ്, അല്ലെങ്കിൽ എത്രത്തോളം കളറുകൾ നമുക്ക് കിട്ടും എന്നതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. വീടുകളിൽ പലതരം കളറുകളാണ്, എല്ലാവരും പല രീതിയിലുള്ള കളറുകളാണ് സെലക്ട് ചെയ്യുന്നത്. കൂടുതലും എല്ലാവരും വൈറ്റ് കളറിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പം പല കമ്പനിയുടെയും പല രീതിയിലുള്ള കളറുകളാണ്, ആയിരക്കണക്കിന് 2000 കളറുകളാണ് നമ്മുടെ എല്ലാ കമ്പനികളുടെ ഓരോരോ കാർഡുകളിലൂടെ ഉള്ളത്. പിന്നെ ഡൂലക്സ് ഉണ്ട്, ഏഷ്യൻ്റെ ഉണ്ട്, ബിർളയുണ്ട്, ബർജറുണ്ട്, അങ്ങനെ പലതരം കളറുകളാണ് നമ്മുടെ വിപണിയിൽ ഓൾറെഡി ഉള്ളത്. ഈ കളറുകളെല്ലാം കിട്ടും? ഈ കളറുകൾ എല്ലാം ഓൾമോസ്റ്റ് കിട്ടുന്ന കളറുകളാണ്. എല്ലാ കളറുകൾക്കും പലതരത്തിലുള്ള ബേസുകളാണ് ഓരോ കളറുകളിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. കാണുമ്പോൾ ഇതിൻ്റെ ബേസൊക്കെ ഏതാ? ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. പാത്രങ്ങളിൽ ഏകദേശം ഇതുപോലെ ഇതെല്ലാം ഒന്നല്ലേ? ഒന്നല്ല, എല്ലാം പല കളറുകളാണ്. ഒന്നിതുണ്ട്, ഇതൊരു ബേസാണ്. ഒരു കമ്പനി ഇതൊരു ബേസാണ്. ഇതിനകത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആഡ് ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. വേറൊരെണ്ണമാണ് കാണുമ്പം പാത്രം എല്ലാം ഒരുപോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും ഇത് വേറൊരു യെല്ലോ ബേസാണ്. ഇത് ചിലപ്പോൾ ഓറഞ്ച് കളർ അടിക്കാനും ഗ്രീൻ കളർ അടിക്കാനൊക്കെയാണ് ഈ കളറുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു ബേസ് എന്ന് പറയുന്നത് റെഡാണ്. കളറല്ല, ബേസാണ്. ഇത് ബേസാണ്, കളറല്ല. ഇതും നമ്മൾ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ബ്രൗണോ അല്ലെങ്കിൽ റെഡ് കൂടിയുള്ള കളറുകൾ, മജന്ത കൂടിയുള്ള കളറുകളൊക്കെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഞാനൊരു കളർ സെലക്ട് ചെയ്താൽ എടുക്കാൻ പറ്റുമോ? ഒരു കളർ സെലക്ട് ചെയ്ത് നോക്കി നമുക്ക് അടിക്കാൻ നമുക്ക് പറ്റും. എനിക്കൊരു വയലറ്റ് കളറാണ്. അപ്പം ഇത് ഈ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ, ബോർഡറൊക്കെ അടിക്കാൻ വേണ്ടി നമുക്ക് സാധനം സെലക്ട് ചെയ്യാം. ഡാർക്കല്ലേ? ഇപ്പം നമ്മൾ കളറുകൾ സെലക്ട് ചെയ്തതാണ് ഏഷ്യൻ്റെ കളറാണ്. ഇതാണ് ഏഷ്യൻ്റെ മെഷീൻ. നമ്മൾ ഇതിനകത്തുനിന്നായിരിക്കും ഇപ്പുറത്തെ ഒരു മെഷീൻ ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്നത് ബിർള എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീനാണ്. ഓരോ കമ്പനിക്ക് ഓരോ മെഷീനാണ്. എല്ലാ കമ്പനിക്കും ഓരോരോ മെഷീനാണ്. ഓരോരോ കളറുകൾ ഓരോരോ മെഷീനാണ്. ഈ ഇരിക്കുന്നത് JSW എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഷീനാണ്. കളറുകൾ നമ്മൾ സെലക്ട് എടുക്കുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ ഏത് കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏത് കമ്പനിയുടെയാണ് സെലക്ട് ചെയ്യുന്നത്, ആ കമ്പനിയുടെ അതിനകത്ത് ബേസ് വെച്ചാണ് നമ്മൾ കളർ സെലക്ട് ചെയ്ത് കസ്റ്റമർ കൊണ്ടുവരുന്നത്. ഏഷ്യൻ്റെ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മൾ മെഷീനെ എടുത്ത് പ്രൊഡക്റ്റ് ഏതാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ ഏത് പ്രൊഡക്റ്റിലാണ് നമ്മൾ എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ അങ്ങനെ നമ്മൾ പുറത്തും അകത്തും ഓരോരോ ഗ്രഹം അല്ല പുറത്തേക്കും വേറെ സെപ്പറേറ്റ് ആണ് നമ്മൾ കളർ കൊടുക്കുന്നത്. അതും പലതുണ്ടോ? അതും പലത് തന്നെ ഉണ്ട്. എല്ലാ കമ്പനിക്കും അതിൻ്റെതായ രീതിയിൽ ഓരോ കളറുകൾ അകത്തേക്കും പുറത്തേക്കും അടിക്കുന്നതിന് ഇന്ത്യയിലും എക്സ്റ്റീരിയറും പല കളറുകളാണ്. അപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്താണ് മജന്ത കൂടിയുള്ളൊരു കളറാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കാൻ കണ്ടറിയാൻ പറ്റും. കമ്പ്യൂട്ടർ നമ്മളത് കളർ സെലക്ട് ചെയ്ത് കൊമ്പര് തന്നെ നമ്മൾ 8126 എന്ന് പറയുന്ന കളർ സെലക്ട് ചെയ്ത ആ കളർ തന്നെ നമ്മൾ ആഡ് ചെയ്തേക്കാണ്. നമ്മളിപ്പോൾ അത് ടിൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിൽ ആ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കമ്പനി തന്നെ നമുക്ക് അതിൻ്റെ ബേസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആ ബേസ് തന്നെ നമ്മൾ ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ടിൻറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഈ ബേസാണ് ഇന്ന് AB11 എന്ന് പറഞ്ഞൊരു ബേസാണിത്. അത് നമ്മൾ വെച്ചിട്ട് 8126 എന്ന് പറഞ്ഞ കളറാണ് സാറ് സെലക്ട് ചെയ്തേണ്ടത്. നമ്മളിവിടെ വെച്ച് ടിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചാൽ ആ കളറ് കൃത്യമായിട്ട് ഓക്കെ ഇപ്പോൾ സാറിനെ കാണിച്ചു തരാം. സാറ് പറഞ്ഞ കളർ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചേക്കുവാണെങ്കിൽ നമ്മളത് ഷേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതിന് വേറെ മെഷീനാണോ? ഷേക്ക് ചെയ്യുന്നതിന് വേറൊരു മെഷീനാണ്. അത് ഷേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഷട്ടർ അടച്ച് ഇത് 20ഉം 10ഉം എല്ലാം അങ്ങനെയാണ്. 20ഉം 10ഉം 4ഉം എല്ലാം ഷേക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇതിനകത്തൊരു മെഷീനാണ്. ഒന്നൊക്കെയാണ് നമ്മൾ കൈകൊണ്ട് വെറുതെ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് ലയിക്കുന്ന ഒരു തരം കളറാണ്.
ഒക്കെ പെട്ടെന്ന് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെയാണത് ശരിയാവുന്നത്. ആഹാ, നിങ്ങൾ പറഞ്ഞ കളറിലേക്ക് വന്നു. നിങ്ങൾ പറഞ്ഞ കളറിലോട്ട് ഇതായിട്ടുണ്ട്. ഇത് എത്ര ലിറ്റർ വേണം എടുക്കാൻ പറ്റുമോ? 20? എത്ര ലിറ്റർ വേണമെങ്കിലും ഇത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി എടുക്കണമെങ്കിൽ തന്നെയാണ് എടുക്കണമെങ്കിൽ നമ്മളിവിടെ കളറിൻ്റെ നമ്പർ ഇതിൻ്റെ മുകളിൽ നമ്മൾ നമ്പർ എഴുതി ഇങ്ങനെ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ബില്ലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. 8126. ആ, ഇത് എത്ര കാലം കഴിഞ്ഞാൽ ഈ കളർ തന്നെ നമുക്ക് കിട്ടുമോ? എത്ര കാലം കഴിഞ്ഞാലും ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ തന്നെ സെയിം ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.